ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കൂലി സിനിമ കാണാൻ പോയ കഥയാണ് ഗൈസ്. രാവിലെ ആയിരുന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കേട്ടോ, അറൗണ്ട് 6:30. അങ്ങനെ 6:30ക്ക് എണീച്ച് നമ്മൾ സിനിമയ്ക്ക് വന്ന ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു കേട്ടോ. കൂലി മൂവി കാണണം എന്നൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു, പക്ഷേ പെട്ടെന്നൊരു ചാൻസ് കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ പോവുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ കൂലി മൂവി കാണാൻ വേണ്ടി നമ്മൾ ഗോപാലൻ മാളിലാണ് പോയത് ഗെയ്സ്. അപ്പം ഏകദേശം 6 മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 6:30ക്കായിരുന്നു സിനിമ. അങ്ങനെ നമ്മുടെ സ്ക്രീൻ 3-യിലായിരുന്നു. അങ്ങനെ അത് കാണാൻ വേണ്ടി പോകുന്നതാണ് ഗെയ്സ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് പോയത് കേട്ടോ. ഞാൻ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ചിട്ടല്ല സിനിമ കാണാൻ പോയിട്ടുള്ളായിരുന്നത്. എന്നിട്ട് നമ്മൾ പോയി, നമുക്ക് ലാസ്റ്റ് നിന്ന് 3rd റോയാണ് അങ്ങോട്ടാണ് സീറ്റ് കിട്ടിയത്. അങ്ങനെ നമ്മൾ 2 പേരും കൂടി അവിടെ പോയിരുന്നു സിനിമ കാണാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ് ഗെയ്സ്. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. ഞാൻ തമിഴ് സിനിമ അങ്ങനെ കാണാറില്ല, തമിഴ് എനിക്ക് മനസ്സിലാവില്ല എന്നൊക്കെ വിചാരിച്ചാൽ പോയത്. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നല്ലൊരു സിനിമയായിരുന്നു എന്നാണ് എൻ്റെ റിവ്യൂ ഗൈസ്. പിന്നെ നമ്മുടെ കുറേ ദിവസത്തിന് ശേഷമാണ് സിനിമയ്ക്ക് വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാഷണൽ ആന്തം എല്ലാവരും എണീറ്റ് നിന്ന് നാഷണൽ ആന്തത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മുടെ സിനിമ തുടങ്ങുകയാണ് ഗൈസ്. കുറച്ച് എഴുതി കാണിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനിയുടെ ഇൻട്രൊഡക്ഷനൊക്കെ ഉണ്ടല്ലോ, ഇൻട്രൊഡക്ഷനും അയാളുടെ പഴയ കുറച്ച് വീഡിയോസും കാർട്ടൂണൈസ് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ ഇടയ്ക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ടുണ്ടാകും. ഏത് സ്റ്റാറ്റസ് ഇടട്ടെ എന്നായിരുന്നു കേട്ടോ. ഞാൻ യഥാർത്ഥത്തിൽ സൗബിൻ്റെ എൻട്രി, അങ്ങനെ ഓരോരുത്തർ എൻട്രി ആയിട്ട് സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൗബിൻ പറയണ്ട, എന്താണ്, മലയാളത്തിൻ്റെ അഭിമാനമാണ്. അങ്ങേരെ നല്ല രീതിക്ക് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ അടുത്ത എൻട്രി എന്ന് വെച്ചാൽ നമ്മുടെ രജനീകാന്തിൻ്റെ എൻട്രിയാണ് കേട്ടോ. മാൻഷൻ ഹൗസിൽ നിന്നുള്ള എൻട്രിയാണ് അതിൽ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ കാണുമ്പോൾ തന്നെ ഏകദേശം കഥയെല്ലാം മനസ്സിലാവുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് രജനീകാന്ത്. പിന്നെ ലാസ്റ്റ് ഉള്ളതാണ് നമ്മുടെ അമീർ ഖാൻ്റെ എൻട്രി. എല്ലാവരും അത് കോമഡിയൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്, പക്ഷേ കൊള്ളായിരുന്നു. ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇതാണ് അതിൻ്റെ ക്ലൈമാക്സ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ താങ്ക് യു ഒക്കെ പറഞ്ഞു തിരിച്ച് വന്നു ഗൈസ്. ടാറ്റാ ബൈ.